അങ്ങനെ ചന്ദ്രമതി കട്ട കലിപ്പിലായിരിക്കും. ഇറങ്ങിപ്പോടി എന്റെ വീട്ടിൽ നിന്ന്. ചന്ദ്രമതിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്ന് കലങ്ങിയിരുന്നു. നെഞ്ചിലെ ശ്വാസം വേഗത്തിൽ മിടിക്കുന്നുണ്ട്. താൻ ഇത്രയും നാൾ പണക്കാരിയായ മലേഷ്യക്കാരി മരുമകള് എന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊണ്ടവൾ വെറും ഒരു തട്ടിപ്പുകാരിയാണെന്ന് തിരിച്ചറിവ് ആ അമ്മയുടെ സമനില തെറ്റിച്ചിരുന്നു. ശ്രുതി നിലവിളിച്ചു കൊണ്ട് തന്നെ ചന്ദ്രമതിയുടെ കാൽക്കൽ വീഴാൻ ശ്രമിച്ചു. അവളുടെ മുഖത്തെ ചമയങ്ങളെല്ലാം തന്നെ കണ്ണുനീരിൽ കുതിർന്ന് വ്യക്തം വികൃതമായിരുന്നു. ആന്റി പ്ലീസ്, ആന്റി എന്നെ ഇങ്ങനെ ഇറക്കി വിടല്ലേ, ഞാൻ പറയുന്നതൊന്നും കേൾക്ക്, അവൾ കൈകൂപ്പിക്കൊണ്ട് അപേക്ഷിച്ചു. എന്ത് കേൾക്കാനാടി? ഇനി എന്ത് പുതിയത് കള്ളമാടി നിനക്ക് പറയാൻ പോകുന്നത്? ചന്ദ്രമതി അവളെ അറപ്പോടുകൂടെ തള്ളി മാറ്റി. നിനക്ക് അല്പമെങ്കിലും നാണോ മാനവും ഉണ്ടെങ്കിൽ നിന്റെ ദേഹത്തിനടുത്ത് നല്ല ചോരയാണെങ്കിൽ ഈ നിമിഷം എന്റെ കൺമുന്നിൽ നിന്ന് ഇറങ്ങിപ്പോണം. ഇറങ്ങിപ്പോടി. ശ്രുതിയുടെ നോട്ടം പെട്ടെന്ന് പോയത് ഉമ്മർത്ത് തൂണും ചാരി നിൽക്കുന്ന ശ്രുതിയുടെ മുഖത്തേക്കാണ്. തന്റെ ഭർത്താവ് തന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവൻ, അവനെങ്കിലും ഒരക്ഷരം തനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് അവൾ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചു. സുധി, സുധി, എന്തെങ്കിലും ഒന്ന് പറ, അവൾ വിതുമ്പി. പക്ഷേ സുധി ഒരു കൽപ്രതിമയെ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് സങ്കടത്തേക്കാൾ കൂടുതൽ അപമാനഭാരമായിരുന്നു. താൻ സ്നേഹിച്ചത് ഇവളെയല്ല, ഇവൾ പറഞ്ഞ കോടികളുടെ ആസ്തിയാണെന്ന സത്യം അവനെ നിശബ്ദനാക്കി. അവൻ മുഖം വെട്ടിത്തിരിച്ചു. അത് കണ്ടതോടുകൂടി ചന്ദ്രമതിയുടെ ധൈര്യം കൂടി. അവൻ മുന്നോട്ട് വന്ന് ശ്രുതിയുടെ മുടിയിലങ്ങ് കുത്തിനെ പിടിച്ചു. എന്റെ മോന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും നിനക്ക് അർഹതയില്ലടി. ഏതോരുത്തരെ വാടകയ്ക്ക് വിളിച്ചിട്ട് ഇളച്ചനാണെന്നും പറഞ്ഞ് നീ ഞങ്ങളെ പറ്റിച്ചതല്ലേ, ഇറങ്ങിപ്പോടി പുറത്ത്. ചന്ദ്രമതി അവള് വലിച്ചഴച്ചങ്ങ് പുറത്തേക്ക് തള്ളി മാറ്റി. ശ്രുതി മണ്ണിലേക്ക് വേച്ചു വേച്ചു വീണു. അവളുടെ കാൽമുട്ട് ഒരിഞ്ഞ് ചോര പൊടിഞ്ഞു വരുന്നു. ചന്ദ്രേ, എന്താ നീ കാണിക്കുന്നത്? നിർത്ത്. രവീന്ദ്രന്റെ ശബ്ദം അവിടെ മുഴങ്ങി. അയാൾ ഓടി വന്ന് ചന്ദ്രമതിയെ തടയാൻ ശ്രമിച്ചു. അവൾ ഈ വീട്ടിലെ മരുമകളല്ലേ, ഇങ്ങനെ കഴുത്തിനൊക്കെ പിടിച്ച് തള്ളുവാണോ ഒരു പെൺകുട്ടിയെ പുറത്തേക്കാക്കേണ്ടത്? നിങ്ങൾ അങ്ങ് മാറി നിൽക്ക രവിയേട്ട. ചന്ദ്രമതി അയാളെ നേരെ ചീറി. ഇവൾ എന്ത് മരുമകൾ? ഇവൾ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ഞാനാ. അതുകൊണ്ട് ഇവളെ അടിച്ചിറക്കാനുള്ള അവകാശവും എനിക്ക് തന്നെയുണ്ട്. കാലിൽ പൂവിട്ട് പൂജിക്കണോ ഞാനിവളെ? എന്തൊക്കെയായാലും അവൾ നമ്മുടെ സുധിയുടെ ഭാര്യയാണ്, രവീന്ദ്രൻ സങ്കടത്തോടെ പറഞ്ഞു. എന്നിട്ട് സുധീരെ നേരെ തിരിഞ്ഞു. എടാ സുധി, നീ എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പോയി അവളെ വിളിച്ചോണ്ട് അകത്തേക്ക് കൊണ്ടുപോടാ. എന്ത് പ്രശ്നമാന്ന് വെച്ചാൽ നമുക്ക് സംസാരിച്ചു തീർക്കാം. രവീന്ദ്രന്റെ വാക്ക് കേട്ട് സുധി പതുക്കനെ ഒന്ന് അനങ്ങി. അവൻ ശ്രുതിയുടെ അടുത്തേക്ക് ഒരടി വെച്ചതും ചന്ദ്രമതി കൈ ഉയർത്തി അവനെ തടഞ്ഞു. നിക്കടവിടെ, നീ അവളോട് സംസാരിക്കാൻ പാടില്ല. കയറി പോടാ അകത്തേക്ക്. ശ്രുതി ഒരു നിമിഷം അച്ഛനെയും അമ്മയും മാറി മാറി നോക്കി. പിന്നെ ശ്രുതി ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവൻ വീടിനുള്ളിലേക്ക് തന്നെ മറഞ്ഞു നടന്നു. ശ്രുതിയുടെ അവസാനത്തെ പ്രതീക്ഷയും അവിടെ അങ്ങ് തകർന്നടിയുകയായിരുന്നു. ഗേറ്റ് വലിയ ശബ്ദത്തോടെ അങ്ങ് കൊട്ടി അടക്കപ്പെട്ടു. പടിക്ക് പുറത്ത് ഇരുളു വീഴുന്ന വഴിയിൽ അവൾ തനിച്ചായി. ഇതേ സമയം നഗരത്തിലെ തിരക്കുകൾ കൂടി ലക്ഷ്യമില്ലാതെ അവൾ നടക്കുമ്പോൾ ശ്രുതിയുടെ മനസ്സിൽ പകയും സങ്കടവും കെട്ടിപ്പണിത് കിടക്കുന്നുണ്ടായിരുന്നു. എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് അവൾക്ക് തന്നെ നിശ്ചയമുണ്ടായിരുന്നില്ല. ഒടുവിൽ അവളുടെ കാലുകൾ ചെന്ന് നിന്നത് മീരയുടെ ഫ്ളാറ്റിന്റെ മുന്നിലേക്കാണ്. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന മീര ഞെട്ടിപ്പോയി. മുടിയൊക്കെ പാറിപ്പറന്ന് വസ്ത്രങ്ങളൊക്കെ മുഷിച്ച് കണ്ണുകളൊക്കെ വീർത്തു കലങ്ങിയ നിലയിൽ നിൽക്കുന്ന ശ്രുതി. ശ്രുതി, എന്തടി ഈ കോലം? മീര അവളെ വേഗം തന്നെ അകത്തേക്ക് വലിച്ചു കയറ്റി വാതിലടച്ചു. ശ്രുതി സോഫയിലേക്ക് അങ്ങ് തളർന്നു വീണു. അത്രയും നേരം പിടിച്ചു നിർത്തിയ സങ്കടം മുഴുവൻ വലിയൊരു പൊട്ടിക്കരച്ചിലായി തന്നെ പുറത്തേക്ക് വന്നു. എല്ലാം തീർന്നടി മീര, എല്ലാം കഴിഞ്ഞു. അവൾ നെഞ്ചത്തടിച്ച് കരഞ്ഞു. എപ്പോ പിടിക്കപ്പെടുമെന്ന് പേടിച്ച ഞാൻ ഓരോ നിമിഷവും ജീവിച്ചിരുന്നത്. ഇന്ന് വലിയ ഇടുത്തി പോലെയാണ് എല്ലാം കൂടി എന്റെ തലയിലേക്ക് അങ്ങ് വീണു. മീര അമ്പരപ്പോടുകൂടി അവളെ നോക്കി. നീ എന്തൊക്കെയാടി പറയുന്നത്? രാവിലെ നീ വലിയ സന്തോഷത്തിലായിരുന്നില്ലേ? വീട്ടിലെല്ലാവർക്കും പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ദൈവം നിന്റെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ നിനക്ക് ഇതാ പെട്ടെന്ന് പറ്റിയത്. ശ്രുതി നടന്ന കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായി മീരയോട് പറഞ്ഞു തുടങ്ങി. സച്ചി ബീരാനിക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നതും തന്റെ കള്ളത്തരങ്ങൾ മുഴുവൻ അവർക്ക് മുന്നിൽ പൊളിഞ്ഞതും അവൾ വിവരിച്ചു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആന്റി എന്നെ മുടിക്ക് കുത്തിനി പിടിച്ച് പുറത്തേക്ക് തള്ളിയടി, ഒരു നായ ഇറക്കി വിടുന്നത് പോലെ. എന്നിട്ട് ആ സുധി, എന്റെ ഭർത്താവ്, അവനൊരക്ഷരം പോലും എനിക്ക് വേണ്ടി സംസാരിച്ചില്ല. മീര ഒരു നെടുവീർപ്പോടെ അവളെ നോക്കി. അപ്പോ നീ പണക്കാരിയായ മലേഷ്യക്കാരിയല്ല എന്ന സത്യം അവർ അറിഞ്ഞു അല്ലേ? ഇതിൽ ബീരാനിക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ശ്രുതി. സച്ചിയുടെ മുന്നിലല്ലേ അവൻ ചെന്നുപെട്ടത്. എത്ര കാലം നിനക്കിങ്ങനെ ഒളിച്ചു നടക്കാൻ പറ്റുമെന്ന് അയാൾക്ക് പോലും പേടിയുണ്ടായിരുന്നു. മീരയുടെ സ്വരത്തില് ആ ഒരു കുറ്റപ്പെടുത്തൽ ശ്രുതിക്ക് പിടിച്ചില്ല. അവൾ പെട്ടെന്ന് മുഖമുയർത്തി. നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഞാൻ ഇറക്കി വിടപ്പെട്ടതിൽ നിനക്ക് ഭയങ്കര സന്തോഷമാണോ? നീ എന്താ ശ്രുതി എന്നോട് ചൂടാവുന്നത്? ആ വീട്ടുകാരെ നീ എത്ര നാളായി പറ്റിക്കുന്നു? ദൈവം എന്ന് പറയുന്ന ആള് മുകളിലുണ്ടടി. മീരയുടെ വാക്കുകൾ പൂർത്തിയാകും മുൻപേ തന്നെ ശ്രുതിയുടെ നിയന്ത്രണം വിട്ടു. അവൾ ചാടി എഴുന്നേറ്റ് മീരയുടെ കഴുത്തിനങ്ങ് നേരെ പിടിച്ചു. എന്നിട്ട് കൈ നീട്ടി മീരയെ ഭിത്തിയിലേക്ക് അങ്ങ് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ ചീറി. എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടടി ഇപ്പോ. എന്റെ സങ്കടം കാണാൻ ഇവിടെ ആരുമില്ലേ? മീര പതുക്കെ അവളുടെ കൈകളങ്ങ് തട്ടി മാറ്റി. കഴുത്തിന് നിന്ന് കൈയെടുക്ക് ശ്രുതി. വെറുതെ ഒരു കൊലക്കുറ്റം കൂടി നിന്റെ തലയിൽ വെച്ച് കെട്ടണ്ട. മീര ശാന്തമായി പറഞ്ഞു. നീ ഒന്ന് ആലോചിച്ചു നോക്ക്, ആ കുടുംബത്തിലുള്ളവർ എത്ര നല്ലവരാണ്.
അവരെ ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചത് നിന്റെ തെറ്റല്ലേ? ശ്രുതിയുടെ ദേഷ്യം പതുക്കെ കെട്ടടങ്ങി. അവൾ തിരിഞ്ഞു നടന്ന് ജനാലിലൂടെ പുറത്തേക്ക് ഇരുട്ടത്തേക്ക് നോക്കി നിന്നു. എനിക്കറിയാമായിരുന്നു മീരെ, ഇതൊരിക്കൽ പുറത്തു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ സമയം സന്ദർഭം വരുമ്പോ ശ്രുതിയോട് എല്ലാം തന്നെ തുറന്നു പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഞങ്ങൾക്കൊന്ന് സെറ്റിലാവണ്ടേ? അതിനു മുൻപ് തന്നെ എല്ലാം തകർന്നു പോയി. ശ്രുതി എന്ത് ചെയ്തു? മീര ചോദിച്ചു. അവൻ എന്നെ ഇറക്കി വിടുന്നത് നോക്കി നിൽക്കുമായിരുന്നു. ശ്രുതി പുച്ഛത്തോടെ പറഞ്ഞു. അവനെ കൊണ്ട് വേറെ എന്ത് ചെയ്യാൻ പറ്റും? നീ അവനെ കൂടിയല്ലേ പറ്റിച്ചത്? മീര ചോദിച്ചു. എന്നിട്ട് അല്പം ഗൗരവത്തിൽ തുടർന്നു. അല്ല, ഈ പണത്തിന്റെ കാര്യം മാത്രമേ അവർ അറിഞ്ഞിട്ടുള്ളൂ? നിനക്ക് ഇതിനു മുൻപ് ഒരു കല്യാണം കഴിഞ്ഞുവെന്നും അതിലൊരു കുട്ടിയുണ്ടെന്ന സത്യം കൂടി അവർ അറിഞ്ഞു കഴിഞ്ഞോ? ആ ഒരു ചോദ്യം ശ്രുതിയെ വല്ലാതെ പൊള്ളിച്ചു. അവൾ രൂക്ഷമായ മീരയെന്ന് നോക്കി. എന്റെ ജീവിതം മൊത്തത്തിൽ ഇല്ലാതാക്കാനാണോ നിന്റെ പ്ലാന്? ആന്റിയുടെ സ്വഭാവം നിനക്കറിയാമോ? പണക്കാരി അല്ല എന്നറിഞ്ഞപ്പോൾ തന്നെ അവർ എന്നെ അടിച്ചിറക്കി ആട്ടിവിട്ടു. ഇനി കുട്ടിയുടെ കാര്യം കൂടി അറിഞ്ഞാ പിന്നെ എന്റെ തല കാണില്ല അവിടെ. മീര ഒന്ന് പരിങ്ങി. ശരി ശരി, ഞാൻ അത് ആരോടും പറയാനൊന്നും പോകുന്നില്ല. നീ ടെൻഷനാവാതെ ഇരിക്ക്. ഇനി എന്താ നിന്റെ ഉദ്ദേശം? എന്ത് ചെയ്യാനാ പ്ലാന്? ശ്രുതി കണ്ണുനീര് തുടച്ചു. അവളുടെ മുഖത്ത് സങ്കടമെല്ലാം തന്നെ മാറി. അവിടെ വല്ലാത്തൊരു നിശ്ചയദാർഢ്യം നിറഞ്ഞു നിന്നു. അപ്പോ അവർക്ക് നല്ല ദേഷ്യമുണ്ടാവും. കുറച്ചു ദിവസം കഴിയട്ടെ, എന്നിട്ട് വേണം എന്ത് ചെയ്യണമെന്നൊന്ന് ആലോചിക്കാന്. നിന്റെ അമ്മായിയമ്മ നിന്നെ ഇനി ആ വീട്ടിലേക്ക് കയറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ശ്രുതി. അവർക്ക് എന്ത് അഹംഭാവമായിരുന്നു. പണക്കാരിയായ മരുമകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം ഒറ്റയടിക്കങ്ങ് ഇല്ലാതായില്ലേ? ഇനി രേവതിയോട് പെരുമാറുന്നതിനേക്കാൾ മോശമായിട്ടായിരിക്കും അവർ നിന്നോട് പെരുമാറാൻ പോകുന്നത്. മീര മുന്നറിയിപ്പ് നൽകി. അവർക്ക് എന്നെ ആ വീട്ടിൽ കയറ്റാതിരിക്കാൻ പറ്റില്ല മീരെ. ശ്രുതിയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ഞാൻ ആ വീട്ടിലെ മരുമകളാ, ശ്രുതിയുടെ ഭാര്യ ഞാൻ ഏതായാലും അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോവും. എന്നെ അവർ ചീത്ത പറഞ്ഞ് അവിടെ തന്നെ നിർത്തുമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഇതൊരു വിധത്തിൽ നന്നായി. നന്നായെന്നോ? പുറത്താക്കിയത് നന്നായെന്നോ? നീ എന്താ ഈ പറയുന്നത്? മീരയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതെ, ഇപ്പൊ തെറ്റ് അവരുടെ ഭാഗത്തല്ലേ? ഒരു മരുമകളെ കഴുത്തിന് പിടിച്ച് കുത്തിന് പിടിച്ച് തള്ളിയിട്ടല്ലേ അവര് പുറത്താക്കിയിരിക്കുന്നത്? എനിക്ക് അങ്കിളിനെ നല്ലതുപോലെ അറിയാം. അങ്കിൾ എന്നെ ഇങ്ങനെ തെരുവിലേക്കൊന്നും വിടില്ല. എന്നെ തിരികെ കൊണ്ടുപോകാൻ വേണ്ടി അങ്കിൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ശ്രുതി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എടി, നീ ആ വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ ഇതിലും ഭയാനകമായിരിക്കും. അതിന് ഞാൻ എന്ത് ചെയ്യണം? എല്ലാം പോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ജീവിതം തീർക്കണമോ? അതാണോ നീ ഈ പറയുന്നത്? ശ്രുതി ശബ്ദമുയർത്തി. അവൾ കണ്ണാടിക്ക് മുന്നിൽ ചെന്നു നിന്നു. തന്റെ പാറി പറന്ന മുടിയൊക്കെ ഒതുക്കി മുഖത്ത് കണ്ണീർപ്പാടുകളെല്ലാം തന്നെ അവൾ മായ്ച്ചു. ഞാൻ ഒരുപാട് പേടിച്ചു മീരെ, ഒരുപാട് കരഞ്ഞു. പക്ഷേ ഇനി എന്റെ ജീവിതത്തിൽ കരച്ചിലില്ല. നമ്മൾ വീഴുമ്പോൾ താങ്ങാൻ വേറൊരാൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നത് വെറുതെയാണ്. എന്റെ കണ്ണീര് തുടക്കാൻ എന്റെ കൈകൾ മാത്രം മതി. ഞാൻ ഇനി ആർക്കു മുന്നിൽ തോറ്റുകൊടുക്കില്ല. എന്റെ ഭർത്താവിന്റെ കൂടെ എങ്ങനെ ജീവിക്കണമെന്നൊക്കെ എനിക്കറിയാം. ആ വീട്ടിൽ കയറി പറ്റിയാ മതി. പിന്നെ കാര്യങ്ങളൊക്കെ എന്റെ വഴിക്കാക്കാൻ ഈ ശ്രുതിക്ക് നല്ലതുപോലെ അറിയാം. അവളുടെ വാക്കുകളിലെ ഉറപ്പ് കേട്ട് മീര ഭയത്തോടുകൂടെ അവളെ നോക്കി നിൽക്കുകയേ ചെയ്തുള്ളൂ. ഇതേ സമയം ചന്ദ്രോദയത്തിലെ ഹാൾ അപ്പോൾ ഒരു ശ്മശാനം പോലെ മൂകമായിരുന്നു. സച്ചിയും രേവതിയും സോഫയിൽ ചിന്തയിലിങ്ങനെ ഇരിക്കുകയാണ്. വീട്ടിലാകെ വല്ലാത്തൊരു അവസ്ഥയായി പോയി സച്ചിയേട്ടാ. ആർക്കും ഒരു ഉഷാറുമില്ല, രേവതി സങ്കടത്തോടെ പറഞ്ഞു. പിന്നെ എങ്ങനെ ഉണ്ടാവും? ഇന്നിവിടെ നടന്ന ചെറിയ കാര്യമാണോ? സച്ചി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും സച്ചിയേട്ടാ? ഇതിനെല്ലാം കാരണം ആ ശ്രുതിയാണ്. സച്ചി പല്ലിറുമി. രേവതി അവനെ നോക്കി. ശ്രുതിയല്ലേ കള്ളം പറഞ്ഞത്? അതിനെ അമ്മ അവളെ പുറത്താക്കുകയും ചെയ്തു. ഇതിൽ ശ്രുതി എന്തിനാ കുറ്റം പറയുന്നത്? അവനാടി ഇതിന്റെ ഏറ്റവും വലിയ കാരണക്കാരൻ. സച്ചി ദേഷ്യത്തോട് പറഞ്ഞു. അവൻ ഇതുവരെ ശരിയായിട്ടൊരു ജീവിതം നല്ല ജീവിച്ചത്. ചെറുപ്പം മുതലേ എന്തായിരുന്നു അവന്റെ മനസ്സിൽ? എങ്ങനെയെങ്കിലും വലിയൊരു പണക്കാരനാവണം. പണത്തോടുള്ള അവന്റെ ആർത്തി കൊണ്ടാ ഇവൻ ശ്രുതിയുടെ കള്ളങ്ങളൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചത്. കോടീശ്വരിയായ ഭാര്യയെ കിട്ടിയെന്ന് കരുതി അവൻ അഹങ്കരിച്ചതല്ലേ? അവന്റെ ആ ഒരു എടുത്തുചാട്ടവും അത്യാഗ്രഹവുമാണ് ഈ കുടുംബത്തെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. അയാളുടെ മുഖത്ത് കടുത്ത വിഷാദമുണ്ടായിരുന്നു. നേരെ സുധിയുടെ മുറിക്ക് മുന്നിലേക്ക് ചെന്ന് അയാൾ വാതിൽ മുട്ടി. സുധി വാതിൽ തുറന്നു. മുഖത്ത് ഒരു ഭാവവ്യത്യാസവുമില്ലാതെ അവൻ അച്ഛനെ നോക്കി. സുധി, രവീന്ദ്രൻ ശാന്തമായി തുടങ്ങി. കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് എങ്ങനെ പരിഹരിക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ മാറി നിൽക്കുന്നതിൽ എന്താ അർത്ഥം? നീ പോയി ശ്രുതിയോട് സംസാരിക്കണം. അവൾ എന്തിനാ കള്ളങ്ങളൊക്കെ പറഞ്ഞതെന്ന് നീ അവളോട് ചോദിക്കണം. സുധിയുടെ മുഖം കടുത്തു. ഞാൻ എന്തിനാ അച്ഛ അവളോട് പോയി സംസാരിക്കുന്നത്? സച്ചി ഇടപെട്ടു. എടാ, നീയല്ലേ അവളുടെ കഴുത്തിൽ താലി കെട്ടി ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? പിന്നെ നീ പോവാതെ വേറെ ആരാടാ പോവേണ്ടത്? ഞാൻ പോവില്ല. എനിക്ക് അവളോടൊന്നും സംസാരിക്കാനില്ല എന്ന് സുധി വാശി പിടിച്ചു. സുധി, കുടുംബ പ്രശ്നങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകരുത്. അത് എത്രയും പെട്ടെന്ന് തന്നെ തീർക്കണം. നീ പോയി അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോവാ എന്ന് രവീന്ദ്രൻ വീണ്ടും നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞില്ല അച്ഛാ, ഞാൻ പോവില്ല എന്ന്. സച്ചി, ഇതിൽ ഇടപെടേണ്ട. ഇതെന്റെ പേഴ്സണൽ വിഷയമാണ്. സുധി ശബ്ദമുയർത്തി പറഞ്ഞു. രേവതിക്ക് അത് കേട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ വിഷയമാണെങ്കിലും നമ്മളൊരു കുടുംബമല്ലേ സുധി. മറ്റൊരാൾക്ക് സങ്കടം വന്നാ നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റുമോ? രേവതി, നീ ഇവനോടൊന്നും പറയണ്ട. സച്ചി രേവതിയെ തടഞ്ഞു. എന്നിട്ട് സുധിയോട് പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് നീ കേൾക്കണ്ട. പക്ഷേ അച്ഛൻ പറയുന്നത് നീ കേൾക്കണം. അച്ഛൻ എല്ലാവരുടെയും നല്ലതിനു വേണ്ടി മാത്രമേ സംസാരിക്കാറുള്ളൂ.
രവീന്ദ്രൻ സുധിയുടെ തോളിൽ കൈവച്ചു. മോനെ, അവളുടെ ഭാഗത്ത് തെറ്റുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത് എന്ന് നമ്മൾ കേൾക്കണ്ടേ? അവളെ തല്ലി പുറത്താക്കിയത് ശരിയായില്ല. അതും കഴുത്തിന് പിടിച്ചു തള്ളിയത് നിന്റെ അമ്മ അവളെ ഇറക്കി വിട്ടിരിക്കുകയാണ്. അത് വലിയ തെറ്റാണ്. അവൾ ഈ വീട്ടിൽ ജീവിക്കേണ്ട കുട്ടിയല്ലേ? നീ അവളെ ഇങ്ങോട്ടേക്ക് തിരികെ വിളിച്ചോണ്ട് വരണം. രേവതിയും അതിനെ തന്നെ പിന്തുണച്ചു. അച്ഛൻ പറഞ്ഞത് ശരിയാ സുധി. ശ്രുതി എന്ത് തെറ്റ് ചെയ്താലും അമ്മ അങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല. സച്ചി അല്പം പരിഹാസത്തോടുകൂടെ പറഞ്ഞു. അച്ഛൻ എപ്പോഴും എല്ലാവരും ഒരുപോലെയാ. 3 മരുമക്കളെയും അച്ഛൻ സ്വന്തം മക്കളെ പോലെ തന്നെയാ കാണുന്നത്. പക്ഷേ അമ്മക്ക് ഇതുവരെ അതിനൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. സച്ചിയുടെ ആ വാക്ക് സുധിയെ പ്രകോപിപ്പിച്ചു. അവൻ വിരൽ ചൂണ്ടി. ദേ, അമ്മയെ പറ്റി അനാവശ്യം പറയരുത് നീ. അമ്മ ചെയ്തത് 100% ശരിയാ. ഇത്രയും വലിയൊരു ഫ്രോഡ് പണി കാണിച്ചവളോട് പിന്നെ എന്താ ചെയ്യേണ്ടത്? അവളെ പൂജിക്കണമായിരുന്നോ? നിങ്ങളല്ലേ അവളുടെ കള്ളത്തരെ പൊളിച്ചത്. നിങ്ങളാ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ കുഴപ്പം? സച്ചിക്ക് ദേഷ്യം വന്നു. എടാ, ഞങ്ങൾ അയാളെ കൂട്ടിക്കൊണ്ടു വന്നത് സത്യം തെളിച്ചു എന്നത് ശരിയാ. ഈ കുടുംബത്തെ മുഴുവൻ ഒരാൾ ഇരുട്ടിൽ നിർത്തുന്നത് നോക്കി നിൽക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഇപ്പൊ കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത് വേറെ വഴിയില്ല. നീ അച്ഛൻ പറയുന്നത് കേൾക്ക്. ആരെന്ത് പറഞ്ഞാലും ശരി, സുധി വാശിയോടെ പറഞ്ഞു. അമ്മ പറയാതെ ഞാൻ ഇനി അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരില്ല. അച്ഛൻ ഇനി എന്റെ ഈ വിഷയത്തിൽ ഇടപെടരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് സുധി നേരെ മുറിയിലേക്ക് കയറി വാതിലടക്കാൻ തുടങ്ങുന്നവേ സച്ചി ഓടിച്ചെന്ന് വാതിലങ്ങ് പിടിച്ചു നിർത്തി. എടാ, നീ ആരോടായി സംസാരിക്കുന്നത്? നിനക്ക് വല്ല ബോധവുമുണ്ടോ? സ്വന്തം അച്ഛനോടാണോ നീ ഇങ്ങനെയൊക്കെ ഇടപെടുന്ന സംസാരിക്കുന്നത്? ഈ അച്ഛനില്ലെങ്കിൽ നീയും ഞാനും ഇല്ല എന്ന കാര്യം നീ മറക്കരുത്. സച്ചി സുധിയുടെ നേരെങ്ങനെ കൈ ഓങ്ങാൻ ചെന്നതും രേവതി ഓടി വന്ന് സച്ചി അങ്ങ് പിടിച്ചു മാറ്റി. സുധി യാതൊരുവിധ കൂസലുമില്ലാതെ നിന്നു. ഞാൻ ആരെയും അപമാനിക്കാൻ പറഞ്ഞതല്ല. ഈ വിഷയത്തിൽ അമ്മ ചെയ്തതാണ് ശരി. അവൾ ഇനി ഈ വീട്ടിൽ കയറില്ല. അവൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു. രവീന്ദ്രൻ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ സുധി കൈ ഉയർത്തി. ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നമാണെങ്കിൽ പറ, ഞാൻ ഇവിടെ നിന്നും പോയിക്കോളാം. അത്രയും പറഞ്ഞ് സുധി വാതിലങ്ങ് ശക്തമായി വലിച്ചടച്ചു. ആ ശബ്ദം രവീന്ദ്രന്റെ നെഞ്ചിലാണ് ചെന്നുകൊണ്ടത്. അയാൾ തകർന്ന മനസ്സോടുകൂടി അവിടെ നിന്നു. സച്ചി അച്ഛന്റെ അടുത്തേക്ക് വന്നു. അച്ഛ, അവൻ പറയുന്നത് കേട്ട് അച്ഛൻ വിഷമിക്കണ്ട. അവന്റെയും അമ്മയുടെ സ്വഭാവം അച്ഛന് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അച്ഛൻ പോയി കിടക്കാൻ നോക്ക്. രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ തലകുനിച്ച് തന്റെ മുറിയിലേക്ക് പോയി. ഇതേ സമയം നഗരത്തിൽ മറ്റൊരു ഭാഗത്ത് ബാമാൻഡിയുടെ വീട്ടിൽ വലിയൊരു പൊട്ടിത്തെറി നടക്കുകയായിരുന്നു. മനസ്സിലെ അസ്വസ്ഥതകൾ സഹിക്കാൻ കഴിയാതെയാണ് ചന്ദ്രമതി ബാമാൻഡിയുടെ അടുത്തേക്ക് വന്നത്. പക്ഷേ വന്ന ഉടനെ തന്നെ അവർ ബാമക്ക് നേരെ തിരിഞ്ഞു. എല്ലാം നീ കാരണമാണ് ബാമേ, ചന്ദ്രമതി ആക്രോശിച്ചു. അവളെ ഞാൻ എന്റെ നെറുകയിലാ വെച്ച് കൊണ്ടു നടന്നത്. അവൾക്ക് പാർലർ തുടങ്ങാൻ വേണ്ടി എന്റെ ആധാരം വരെ ഞാൻ പണയം വെച്ച് പൈസ കൊടുത്തു. എന്നിട്ട് അവൾ ആ പാർലറിന്റെ പേര് വരെ മാറ്റിയിട്ട് എന്നെ ചതിച്ചു. ബാമ ശാന്തമായി പറഞ്ഞു. രവിയേട്ടൻ പറഞ്ഞതല്ലേ ശരി ചന്ദ്രേ. നീ എന്തിനാ അവളെ ഇങ്ങനെ തലയിൽ കയറ്റി വെച്ചത്? നിന്റെ 3 മരുമക്കളെയും ഒരുപോലെ കാണാൻ നീ ശ്രമിച്ചിരുന്നുവെങ്കിൽ നിനക്ക് ഈ ഗതി വരുമായിരുന്നോ? ഇത് കേട്ടതും ചന്ദ്രമതിയുടെ കലിയങ്ങ് ഇരട്ടിച്ചു. നീ മിണ്ടരുത് ബാമേ. ഇതിനൊക്കെ കാരണം നീ മാത്രാണ്. ഞാനോ? ബാമാൻഡി അത്ഭുതത്തോടെ ചോദിച്ചു. ഞാനെന്ത് ചെയ്തു? നീ എപ്പോഴും അഭിമാനത്തോടെ പറയാറില്ലേ ശ്രുതിയെ ഞാനാണ് നിനക്ക് കാണിച്ചു തന്നത് എന്ന്. നീ തന്നെയല്ലേ അവളുടെ ആലോചന എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഒരു പെരുങ്കള്ളിയെ എന്റെ മോന്റെ തലയിൽ കെട്ടിവെച്ചത് നീയാ. ചന്ദ്രമതി വിരൽ ചൂണ്ടി സംസാരിച്ചു. വലിയ പണക്കാരനാണ്, മലേഷ്യക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഒന്നിനും കൊള്ളാത്തൊരുത്തിയെ നീ എന്റെ മരുമകളാക്കിയില്ലേ. ബാമാൻഡിയുടെ മുഖം മാറി. അവർക്ക് വല്ലാത്ത സങ്കടം വന്നു. അതിലേറെ ദേഷ്യം വന്നു. ചന്ദ്രേ, എനിക്ക് ഒരുപാട് പേരെ പരിചയമുണ്ട്. അവരൊക്കെ ഞാൻ നിനക്കും പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അവരൊക്കെ മോശക്കാരാണോ? ശ്രുതിയെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തിയപ്പോൾ അവൾ മലേഷ്യക്കാരിയാണെന്നോ പണക്കാരിയാണെന്നോ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ചന്ദ്രമതി പെട്ടെന്ന് നിശബ്ദയായി. ബാമാൻഡി തുടർന്നു. എനിക്ക് മസാജ് ചെയ്യാൻ വരുന്ന ഒരു പാവം പെൺകുട്ടി എന്ന നിലയില ഞാൻ അവളെ നിനക്ക് പരിചയപ്പെടുത്തിയത്. പിന്നീട് നടന്നതെല്ലാം നിങ്ങൾ തമ്മിലുണ്ടായിരുന്നതാണല്ലോ. നിനക്ക് പണത്തോടുള്ള ആർത്തി അവൾ മനസ്സിലാക്കി. ആ ആർത്തി മുതലെടുത്തുകൊണ്ട് അവൾ കള്ളങ്ങൾ പറഞ്ഞു. നിന്റെ മകനെ കല്യാണം കഴിച്ചു. ഇതിന് നീ എന്ത് കുറ്റം പറഞ്ഞിട്ടെങ്കിലും കാര്യമുണ്ടോ? ചന്ദ്രമതി ഉത്തരം മുട്ടിയെങ്കിലും അവൻ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. നിന്റെ അത്യാഗ്രഹമാണ് ചന്ദ്ര ഇതിനെല്ലാം കാരണം. ബാമാൻഡിയുടെ ശബ്ദം ഉയർന്നു. അവൾ പണക്കാരിയാണെന്ന് വിശ്വസിച്ച് നീയല്ലേ അവളെ മോനെ കല്യാണം ആലോചിച്ചത്. എന്നിട്ടിപ്പോ എല്ലാം കൈവിട്ടു പോയപ്പോ കുറ്റം മുഴുവൻ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുവാണോ? ചന്ദ്രമതി ഒന്നും മിണ്ടാതെ നിന്നുപോയി. ബാമാൻഡി പറയുന്നത് സത്യമാണെന്ന് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അറിയാമായിരുന്നു. കണ്ടോ, നിനക്ക് പോലും ഇതിന് ഉത്തരമില്ല. ബാമ പുച്ഛത്തോടെ ചിരിച്ചു. ഞാൻ ഒരിക്കലും നിന്നോട് പറഞ്ഞിട്ടില്ല ശ്രുതിയെ സുധിക്ക് കെട്ടിച്ചു കൊടുക്കാൻ. എല്ലാം നിന്റെ സ്വന്തം തീരുമാനങ്ങളായിരുന്നു. ഇപ്പൊ നിനക്ക് നിന്റെ തെറ്റ് മനസ്സിലാവുമ്പോ എന്നെ പഴിചായിരുന്നു. അഭിമാനം വ്രണപ്പെട്ട ചന്ദ്രമതിയുടെ മുഖം അങ്ങ് വെട്ടിത്തിരിച്ചു. ദേ, എന്റെ വീട്ടിൽ എനിക്ക് സമാധാനമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നിനക്കും ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോയിക്കോളാം. അവർ പോവാനായി തിരിഞ്ഞു. ബാമ അവരുടെ കയ്യിൽ അങ്ങ് പിടിച്ചു. ഏയ് ഇല്ല ചന്ദ്രേ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ ഇവിടെ ഇരിക്കടി. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി എന്താ നിന്റെ തീരുമാനം? എന്തൊക്കെയായാലും നീ അവളെ ഇങ്ങനെ അടിച്ചിറക്കിവിട്ടത് ശരിയായില്ല. പിന്നെ അവളെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? വീട്ടിൽ തന്നെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണമായിരുന്നോ? ചന്ദ്രമതി ദേഷ്യത്തോട് ചോദിച്ചു. എന്തൊക്കെയായാലും അവൾ നിന്റെ മോന്റെ ഭാര്യയല്ലേ ബാമേ? സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ ബാമാൻഡി പറഞ്ഞു.
അല്ല, ഇനി അങ്ങനെ ഒരു ഭാര്യ എന്റെ മോന് വേണ്ട. ചന്ദ്രമതി തറപ്പിച്ചു പറഞ്ഞു. ആ വാക്കുകളിൽ വിട്ടുവീഴ്ചയുടെ ഒരു തരി പോലും ഉണ്ടായിരുന്നില്ല. രാത്രിയിലെ ആ ഒരു ഇരുട്ടിനേക്കാൾ കനത്തതായിരുന്നു ചന്ദ്രമതിയുടെ മനസ്സിലെ പക. അങ്ങനെ ചെമ്പനീർ പൂവിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.